അസൗമ്യനായ സൗന്ദര്യധാമത്തെ അറബി ഭാഷയുടെ പാണ്ഡിത്യത്തിന്റെ അങ്ങ് രാജകുമാരനായി വിളങ്ങുന്ന ആ സാറിനെ ഞാൻ സ്മരിക്കുന്നു. പറയാം ഒരു പാട്ട്. അന്നമ്മ ടീച്ചറുടെ പാട്ട് പഠിപ്പിക്കുന്നു. 3ാം ക്ലാസ്. അന്നമ്മ ടീച്ചറെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ജീക്കോളിന്റെ ഗ്രൂപ്പിൽ കണ്ടു. അമ്മയ്ക്കു നൽകുവാൻ ചെമ്പുള്ള ചെലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൽ എന്താ കൂടെ പാട്ടത്? എന്നും ഒന്ന് കൂടെ പാടിയത്. അമ്മയ്ക്കു നൽകുവാൻ ചെമ്പുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകി ചൊന്നാൽ. പഴയ ഒന്നാമത്തെ പാടാണ്. ഒന്നാമത്തെ പാടാത് അല്ലെ? ഒന്നാമത്തെ പാടം. ആ പാടം ഇങ്ങനെ വലത് സൈഡില് ഒരു ചിത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അതിന്റെ ഹെഡിങ് ഒക്കെ പാട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആ പാട്ടിങ്ങനെ അന്നമ്മട്ടി ഏത് സാരി അവിടുത്തെ ഓർമ്മയുണ്ടോ മറന്നുപോയി. എന്നാലും കുഴപ്പമില്ല. അന്നമ്മ ടീച്ചറുടെ മുടി എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നല്ല നീളമുള്ള മുടി ഇങ്ങനെ പിന്നെയാണോ ഇടുന്നത്? ഇങ്ങനെ തുമ്പ് കെട്ടിയിടണം. നിന്റെ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടി അങ്ങനത്തെയാണോ അന്നമ്മ ടീച്ചർ? അല്ല, അത് ഓർമ്മയില്ല. എങ്കിൽ കൂടിയും പാടുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. അതിനൊരു ഈണമുണ്ട്, അതിനൊരു വൃത്തമുണ്ട്. കൃഷ്ണഗാഥയിലെ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ആ പദ്യശകലമാണ് ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് കിട്ടിയത്. പുത്തൻ പുസ്തകമായിരുന്നു, പഴയ പുസ്തകമായിരുന്നു? പഴയ പുസ്തകമാണെങ്കിൽ ഒന്ന് നമ്മൾ മണത്ത് നോക്കും ഇല്ലേ? ഇടയ്ക്ക് പൗഡറൊക്കെ അതിനകത്ത് ഇടും, അതിനകത്ത് മയിൽപ്പീലി വെക്കും, പിന്നെ അതിനകത്ത് ഇല മുളച്ച് വെക്കും. ഇല ഇങ്ങനെ മുളച്ച് വെക്കും. പിന്നെ എന്തൊക്കെയാ വെക്കുക? മയിൽപ്പീലി വെച്ചിരുന്നു. പുസ്തകത്തിനിടയിൽ മയിൽപ്പീലി വെക്കുമ്പോൾ ആകാശം കാണുന്ന മാനം കാണാതെ ഇങ്ങനെ പൊത്തിപ്പിടിക്കണമെന്ന് കണ്ട ആ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയ കുറെ കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൊക്കെ എവിടെയാണോ? എന്തായാലും നമുക്കറിയാം. ആ മാനം കാണാത്ത മയിൽപ്പീലിയെ പുസ്തകത്താളുകൾക്കിടയിൽ വച്ച ആ ഓർമ്മ എത്ര പേരുണ്ട്? ഒന്ന് കഴിപ്പിക്കും. മാഷെ പെറ്റായിരുന്നു. മയിൽപ്പീലി അല്ലെന്ന് മാത്രം. ഓക്കെ. അപ്പോ നമ്മള് മാനം കാണാതെ മയിൽപ്പീലി ഇങ്ങനെ വെച്ച കഥയിലേക്കൊക്കെ അമ്മയ്ക്ക് നൽകാൻ ചെമ്പുള്ള ചേലകൾ. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നെ ഈ പദ്യം ഞാനിത് ഈ പുസ്തകം തന്നെയാണ് പഠിച്ചത്. ആ രാജമ്മ ടീച്ചറെ ഇന്നാണ് ഞാൻ പോയി കണ്ടു. അങ്ങനെ ആർക്കെങ്കിലും പഠിപ്പിച്ച മാഷുമാരുടെ വീട്ടിൽ പോയി ഒന്ന് അവരെ കാണണമെന്ന് തോന്നിയിട്ടുള്ളതും പിന്നെ അവിടെ പോയി അവരെ കണ്ട അനുഗ്രഹം വാങ്ങിയവരും എത്ര പേരുണ്ട്. കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തില് നിങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും കാലത്തൊട്ട് തൊഴുന്നതും ചിരിക്കുന്നതും തൊഴുന്നതും ഒക്കെ ധാരാളം ചിത്രങ്ങൾ കണ്ടതാണ്. ഇതാ അവിടെ എന്താ പേര്? സുനിതയുടെ അനിയന്ത്രിതമായ വാക്കുകൾ ഇപ്പൊ കോരെ ഇവിടെ ഇങ്ങനെ ഒഴുകാൻ പോകാറുണ്ട്. സുനിത കണ്ണു പൊത്തി കളിക്കല്ലേ. സുനിത ഇവിടെ വരുന്നു. സുനിത പരിചയപ്പെടുത്തുന്നു. ഏത് വർഷമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ അനുഗ്രഹം വാങ്ങി സാറന്മാരുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം വാങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലേ? സുനിതയ്ക്ക് അതുപോലെ നിങ്ങളെ പോലെ തന്നെ സുനിതയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. എന്നാണോ അത് സംഭവിച്ചത്? നമസ്തേ. ഞങ്ങൾ അങ്ങനെയാ നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് ഓർമ്മയുള്ളൂ. മൈക്ക് എന്നെ മലയാളം പഠിപ്പിച്ച മാഷാണ്. എന്നെ മലയാളം പഠിപ്പിച്ച മാഷാണ് ഈ നിൽക്കുന്നത്. കണ്ടോ? മാഷിനെ തിരിച്ചറിഞ്ഞു. ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? 1987 ഒരു ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയാണ് ഈ ചീക്കൂടേരിയാണ് ഞങ്ങളൊക്കെ വരുന്നത്. 22 പേരാണ് ഞങ്ങൾ ഒന്നിച്ചു വന്നത്. പിന്നെ പറയൂ സുനിത, ഇനി എന്തൊക്കെയുള്ളത്? കുറെ പറയണ്ട. ചോദ്യത്തിൽ വരുമ്പോഴത്തേക്ക് വട്ട എഴുതുന്നു, ചോദമശിന്റെ എഴുതുന്നു ഒക്കെ ഇങ്ങനെ സുനിതയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ആ ബെഞ്ചിന്റെ 3ാമത്തെ ബെഞ്ചിന്റെ നടുക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയുടെ പേരെന്തായിരുന്നു? ശൈലജയായിരുന്നു. ശൈലജ പിന്നെ മാവേലിക്കര വെച്ചാ പിന്നെ കാണുന്നത്. ഓക്കെ. കേട്ടോ, ഞാനും ആ ഓർമ്മയിലേക്ക് പോവുകയാണ്. സുനിതയുടെ ആ ക്ലാസ്സും നമ്മള് ഇങ്ങനെ യു ഷേപ്പിലുള്ളതിന്റെ അങ്ങേറ്റത്ത് അല്ലേ? ജനലിനോട് ചേർന്ന് ഇടയ്ക്കൊക്കെ ജനലിൽ കൂടെ നോക്കുമായിരുന്നു അല്ലേ വാസുദേവമാഷ് വരുന്നുണ്ടോ എന്നുള്ളത്. കേട്ടോ, സത്യം വാസുദേവമാഷുണ്ട്. അതായത് വിജയകുമാർ മാഷോ മണിയുടെ മാഷോ മുഹമ്മദ് സുഭാഷ് വരില്ല. മുഹമ്മദ് സുഭാഷ് എവിടെയാവുള്ളതെന്ന് നോക്കുക അല്ലേ? വാസുദേവ മാഷിന്
അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നത്. ഇപ്പോഴും ഞാൻ വാസുദേവൻ മാഷ്, ഞാൻ ഇപ്പൊ രാവിലെ കുറെ വീടുകൾ സന്ദർശിച്ചതിനിടയിലും വാസുദേവൻ മാഷ് DV എന്ന് പറയുന്ന ആ ഒരു മനുഷ്യത്വത്തിന്റെ പ്രതീകം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും മലപ്പുറത്തിന്റെ മനസ്സറിഞ്ഞ തിരുവനന്തപുരത്ത് നിന്നും പറിച്ചു നട്ടപ്പെട്ട ആ മധുര ശബ്ദത്തിന്റെ ഉടമ. സംസാരിക്കുമ്പോഴും വാക്കുകൾ പറയുമ്പോഴും ഭാഷണത്തിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ ചിന്താതീപങ്ങളാക്കുന്ന ആ മഹാപുരുഷൻ എന്ന് ഞാൻ അന്ന് പറയും. കാരണം അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ, ഏത് തത്വചിന്തക്കാരനെ മനുഷ്യത്വം അറിയുന്ന ഒരാളാണ് എന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. തെക്കുന്നുവരുന്നവരൊക്കെ ആ തെക്കൻ ജില്ലക്കാരെ, തെക്കുന്നു വരുന്നവരെ എത്രമാത്രം സ്നേഹത്തോട് ചേർത്ത് പിടിച്ച്, തങ്കോട് ചേർത്ത് പിടിച്ച്. പക്ഷെ കുട്ടികൾക്ക് ഓർമ്മ എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ നോക്കും, ഈ ചീക്കോട് ഓർമ്മകള് മെഗായൊക്കെ നോക്കുമ്പോഴത്തേക്കും വാസുദേവ മാഷിന്റെ പേരില്ലാത്ത സുരതേ ഒരു ദിവസം കാണിയില്ല അല്ലേ? എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ഇല്ല, പറയുന്നില്ല. 2 അക്കമുണ്ട്. എന്തായാലും ശരിയാണ്. ഓക്കെ, നീ പറയൂ, എന്തൊക്കെയാണ് ഒരു സാറിന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ ഒരു ഫീലിംഗ്? എന്താ മൈക്കൊന്ന് ചേർത്ത് പിടിച്ചോളൂ. നമ്പൂരി മാഷ് വന്നിട്ടുണ്ടോ? വരുന്നതാണല്ലോ. അനുഗ്രഹിച്ചിട്ടുണ്ട്. കൊടുക്കാൻ പാടില്ലേ? നമ്പൂരി മാഷിനുള്ള ഒരു കൈയടി, സുനിതയുടെ ഒരു സ്പെഷ്യൽ കൈയടിയാണ്. നമ്മുടെ അവിടെ 100 കൈയടി. ഓക്കെ, പിന്നെയോ സുനിതേ? കാരൂരിന്റെ പൊതിച്ചോറ് എന്ന് പറയുന്ന കഥയിലേക്കാണ് എനിക്ക് ഓർമ്മ പോകുന്നത്. പട്ടിണി നടന്ന ഒരു കാലഘട്ടത്തിൽ, ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ വിശപ്പിന്റെ വിളിയറിയുമ്പോൾ അധ്യാപകൻ ഗുരുനാഥൻ തന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ പൊതിച്ചോറ് മോഷ്ടിച്ചു കൊണ്ടുപോയി പഠിച്ച് വിശപ്പടക്കുന്ന ഒരു കഥ എന്തായാലും ആ കാലഘട്ടത്തിലെ ചുവരെഴുത്തുകളിൽ പട്ടിണി കിടന്ന അധ്യാപകന്റെ ഗുരുശ്രേഷ്ഠന്മാരുടെ ആ ജീവിതാനുഭവങ്ങളെ ഇങ്ങനെ കറുത്ത മഷി ചാലുകളിലൂടെ ഒപ്പിയെടുത്ത് നമ്മുടെ പാഠപുസ്തക താളിലേക്ക് കൊണ്ടുവന്ന കരുവിനെ ഞാൻ സുനിത പറയും ഓർക്കുകയാണ്. നമ്പൂരി മാഷിന്റെ കാളനായിരുന്നു, അച്ചാളായിരുന്നു. നല്ല കാളൻ, എന്നും കാളം കൊണ്ടുവരുന്നൊരു മാഷ. എന്താ രസം അറിയോ? ഞാനെപ്പോഴും പറയും നമ്പൂരി കാളൻ. അതുപോലെ അബ്ദുള്ളക്കുട്ടി മാഷ്, AK അബ്ദുള്ളക്കുട്ടി മാഷ്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. അബ്ദുള്ളക്കുട്ടി മാഷ് ഞങ്ങളെപ്പോഴും നല്ല വിളിക്കണം. ഞങ്ങളുടെ കൂടെ സൂര്യ ഇതോ വിജയ മാസേർ വരുന്നുണ്ട് കേട്ടോ. എന്താ സൗന്ദര്യം അബ്ദുള്ളക്കുട്ടി മാഷിന്റെ ചിരിച്ച മുഖവും കണ്ടക്കിടയിലൂടെയുള്ള ആ നോട്ടവും തിളക്കമാർന്ന കൃഷ്ണമണികൾ നമ്മളോട് എന്തോ കഥ പറയാൻ പോകുന്നതാണ് എന്നുള്ള സ്നേഹമസ്നമായ ഭാഷണത്തിന്റെ ചുവരെഴുത്തുകളിൽ കൂടി നമ്മൾ കാണുന്ന അബ്ദുള്ളക്കുട്ടി മാഷിന്റെ ഓർമ്മകൾക്ക് മുന്നിലും അഞ്ചലികൾ അർപ്പിക്കുന്നു. അപ്പോൾ കാളന്റെ കഥയിലേക്കാണ് പോകുന്നത്. സുനിത, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഗോപാൽ ടീച്ചർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മലയാളം പഠിപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? എന്റെ അമ്മയെ പോലെയായിരുന്നു. കൊടുക്കാൻ സുനിതയ്ക്ക് ഒരു കൈയടി. സുനിത ഇപ്പോൾ തിരിച്ചു പോകുന്നില്ല, പക്ഷെ അവിടെ സീറ്റിൽ പോയിരിക്കുന്നു. നമ്മൾ ആ ഗുരുനാഥനെ കാണുന്നത് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സുനിത വളരെ നന്നായിട്ടുണ്ട്. ഇനി 100,000 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം, പക്ഷെ എങ്കിൽ കൂടിയും ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ പറയാനുണ്ട്. അമ്മയായി, അച്ഛനായി, ഗുരുശ്രേഷ്ഠനായി, കൺകണ്ട ദൈവമായി അവതരിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ സിനിമാ കഥകളിൽ എഴുതി വെച്ചത് മാത്രമല്ല, പാഠപുസ്തക താളുകളിൽ നിന്നും അധ്യാപക ശ്രേഷ്ഠരുടെ എല്ലാവിധ തന്മയത്വ ഭാവങ്ങളെയും ഏറ്റവും പോസിറ്റീവ് ഗുണങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ അവരുടെ വാട്സാപ്പുകളിൽ എഴുതുമ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷത്തിന്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ വരും. ഓരോ കുട്ടി എഴുതുമ്പോഴും എനിക്ക് സാർവത്രിക വലിയൊരു ഉണർവുണ്ട്. അതാണ് എന്നെ ഞാനാക്കിയത്. ഞാനായത് ഇങ്ങനെയാണ്. ചീക്കോട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമാണ് എന്ന് പറയുമ്പോ എനിക്ക് നല്ല ചിരി. ഇങ്ങോട്ട് വാങ്ങി, നമുക്ക് കഥ പറയണ്ടേ? വാ. എന്താ പേര്? ശരി, മൈക്ക്. ഏത് വർഷമായിരുന്നു പഠിച്ചത്? 66-ലാണ് ഞാൻ ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ കല്യാണം നടന്നിരിക്കുകയാണ്. 9-ാം തീയതി ആയിരുന്നു കല്യാണം വരുന്നത്. വാസി അങ്ങോട്ട് പോന്നപ്പോഴേ പറഞ്ഞു, ഇനി വൈകുന്നേരം വലിയ ഞാൻ വൈകുന്നേരം വരുന്നു. ഓക്കെ, 1964-ലാണ് ഇവിടെ പഠിച്ചത്. അങ്ങോട്ട് നോക്കി നമുക്ക് സംസാരിക്കാം, ഉറക്കെ സംസാരിക്കാം, മൈക്ക് ചേർത്തോപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. ചിരിച്ച മുഖത്തോടെ തിളക്കമുള്ള കണ്ണുകളിലൂടെ ഇതാ ചെറിയ മുഴുവൻ പേര് ചെറിയാൻ ആലുകൾ. ഓക്കെ, ഈ മൈക്ക് നിങ്ങൾക്ക് കൂടിയുള്ളതാണ് കേട്ടോ. നമുക്ക് സംസാരിക്കാനുള്ളതാണ് ഈ മൈക്ക്. എന്താ പറയുന്നത്? ആദ്യം പറയുന്ന കാര്യം പറഞ്ഞു.
ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത്, എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇതാണ്. ശാന്ത പറഞ്ഞല്ലോ, രണ്ട് കൂട്ടുകാരനെയും പറപ്പൂരിൽ നിന്ന് ആ കൂട്ടുകാരനെയും ഒക്കെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ ചെറിയ നാലുകൾ ഈ മാമൻ ഓർക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് എന്നത് ആ ഇളം തലമുറയിലെ ആളുകൾ കൂടി പറയുന്നു. ചെറിയ വാക്കുകളിലേക്ക് നമുക്ക് എത്താം. പറയാം, ഉച്ചഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഉപ്പുമാല ആരായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ വാട്സപ്പിന്റെ അവസാന വാട്സപ്പ് സന്ദേശം എഴുതിയിരിക്കുന്ന ആൾ പറയുകയാണ്, ചിരുത ചേച്ചി ഒരു കുടത്തിനകത്ത് ചോറും പയറും സൂക്ഷിച്ചു വെക്കും. ആ ചെമ്പിൽ പയറും ചോറും തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും നോക്കിയിരിക്കും, ചിരുത ചേച്ചി ആ കുടത്തിൽ നിന്ന് ആ ചെമ്പിലേക്ക് വീണ്ടും പയറും ചോറും ഇടുന്നുണ്ടോ എന്ന്. ചിരുതയിടത്തി അങ്ങനെ ആ പയർമണികളും ഇങ്ങനെ ചോറും ഒക്കെ കൂട്ടുകാരെ പോലെ ഇങ്ങനെ മുത്തുമണികൾ പോലെ ചെമ്പിലേക്ക് വീഴുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് വടിച്ചു കോരി ഞങ്ങളെ ചുറ്റുപാത്രത്തിലേക്ക് എടുത്ത് ഞങ്ങൾ ആവേശത്തോടെ രുചിയോടെ കഴിക്കും. ഇല്ലേ? ഇവിടെ ചെറിയ ആളുകളിന് ആ വറുത്ത ഉപ്പോ അല്ലെ കടുത്ത വറുത്തൊക്കെ എണ്ണയ്ക്ക് എന്തൊരു മണം അല്ലേ? ആ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് എന്താ രസം, എന്തോ ഒരു ഉപ്പുമാവ് കിട്ടും. അമ്മയാണ് ചിരുത ചേച്ചി, ചന്ദ്രൻ. ഞങ്ങളുടെ കാലഘട്ടത്തില് സംസ്ഥാനത്തെ വിനോദയാത്രയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയ കേരളത്തിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയം ഈ സ്കൂളായിരുന്നു. നിങ്ങൾ ചോദിക്കണം, ചിരുത ചേച്ചിയും ചന്ദ്രനും ഒക്കെ തലേ ദിവസം തന്നെ ഇവിടെ വരും. അധ്യാപകർ കാണാൻ, രക്ഷകർത്താക്കൾ കാണാൻ ഞങ്ങളെ ഇങ്ങനെ പാക്ക് ചെയ്ത് അന്ന് കോഴിക്കോട് നിന്ന്, ഇവിടെയൊന്നും ടൂറിസ്റ്റ് ബസ് ഇല്ല, കോഴിക്കോട് നിന്ന് ടൂറിസ്റ്റ് ബസ് കൊണ്ടുവന്ന് അത് അവിടെ പ്രത്യേക ബെഞ്ചൊക്കെ കെട്ടി പട്ടിയൊക്കെ അടിച്ച് ഓരോ പാത്രങ്ങളും കുടങ്ങളും ബക്കറ്റുകളിലുമാക്കി ചോറും പയറും സാമ്പാറും ഒക്കെ രാവിലത്തെയുടെ ആഹാരം ഉൾപ്പെടെ ഉച്ചവരെയുടെ ആഹാരങ്ങൾ ഇവിടുന്ന് കാലാക്കിക്കൊണ്ട് പോകുന്നത്. ചിരുതോടത്തിയുടെ സാമ്പാറിന്റെയും ആ പയറും കഞ്ഞിയുടെയും രുചി അറിയാത്ത ആരുമില്ല. ഞങ്ങളൊക്കെ കഴിക്കുന്നതാണ്. എന്ത് രസമാണ്! ആ രസം മാത്രമല്ല, വിളമ്പിത്തരുമ്പോൾ ആ ചുരുണ്ട മുടിയിൽ നിന്നും താഴെ ആ സൗന്ദര്യത്തോടെയുള്ള വെളുത്ത പല്ലുകൾ കാട്ടിയുള്ള ചിരിയുണ്ടല്ലോ. വിജയമാഷെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ അമ്മ മുത്തശ്ശി, എന്റെ അമ്മയെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ മുത്തശ്ശിയാ. എന്റെ മുത്തശ്ശിയെ പോലെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ഞങ്ങളെ ചേർത്ത് പിടിച്ച് ചോറ് തരുന്ന ചിരുതയുടെ ഓർമ്മകൾ, ചന്ദ്രന്റെ ഓർമ്മകൾ പോലെ ഉപ്പുമാവ് ഉണ്ടാക്കി തരുന്ന, അങ്ങനെ കടുക് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ മണം ഓർക്കും. ഏത് സമയത്ത് ഉപ്പുമാവ് കിട്ടുക? ഉച്ചയമ്മ കിട്ടും. എന്തിനാ ഉപ്പുമാവ് തരിക? ഒരു ചെറിയ പാത്രം കൊണ്ടുവരും. ആവശ്യത്തിന് കിട്ടുമോ? കുറച്ച് കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിലും തോന്നൂല്ലേ? അത് വൈകുന്നേരത്തേക്ക് ബാക്കി വെക്കുമോ? ഇല്ല, അങ്ങനെ തന്നെ കഴിക്കും. അങ്ങനെ തന്നെ കഴിക്കും. കൊടുക്കാൻ കഴിയും. ഉപ്പുമാവിന്റെ ഉപ്പു രസമുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് മായാത്തതാണ് എന്ന് ചെറിയാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടി ചെറിയാൻ ചേട്ടന്റെ അന്നത്തെ 1971 കാലഘട്ടത്തിലെ ഓർമ്മകൾക്ക് മുമ്പിലേക്കാണ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ ഓർമ്മകൾ പറഞ്ഞ് കയ്യടിക്കാൻ നിൽക്കുന്ന മൈക്ക് കയ്യടിക്കുന്ന തലക്കെട്ടിരിക്കുക നടുക്കിരിക്കുന്ന ദിവസോടെ വിളിച്ചോണ്ട് പോവാ. എനിക്ക് ആ മൈക്കം കൊടുക്കുക. ഓർമ്മകൾ പറയാൻ ധാരാളം ഉണ്ട്. SS ഉണ്ണിത്താൻ പറഞ്ഞ പോലെ മൈക്ക് ലൂക്കിന് കൈമാറുമെന്ന് പറഞ്ഞത് ചെറിയ ചേട്ടൻ ഇപ്പൊ മൈക്ക് ആർക്ക് കൈമാറുകയാണ്? AT ബിരിയാണി കൈമാറുകയാണ്. കണ്ട, ഞങ്ങൾ ഇൻഷത്തെ ചേർത്ത് പറയാൻ പഠിച്ചു. AT ബിരിയാണി മൈക്ക് കൈമാറുന്നത്. AT ബിരിയാണി ഏത് വർഷത്തിലാണ് ബിരാങ്ക പഠിച്ചത്? 1955 വീരപുത്രനായിരിക്കുന്നത്. എഴുന്നേറ്റ് കൈയടിക്കാം നമുക്ക്. കൈ ഉയർത്തുന്ന കൈയടിച്ച് 1955 1955 എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? 1955 മുമ്പ് പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളോടെ ഉണ്ട്. 1955 മുമ്പ് പഠിച്ചതാ മറ്റൊരു സീനിയർ താരം ചുറുക്കോടെ ഇടയ്ക്ക് വരുന്നത്. മുതിരനെന്ന കുതിരയ്ക്ക് പോലും ഇത്ര ചുറുക്കാണിയാണ്. കാരണം 1900 മുതൽ ഏത് നമസ്തേ 1953 ഇങ്ങോട്ട് വരിക. അടുത്തയാള് ചന്ദനക്കുറിയൊക്കെ. എന്താണ് പേര്? മാമ വേലായുധൻ. ഏത് വർഷമാണ് പഠിച്ചത്? 53 രണ്ട് താരങ്ങൾ, ഉച്ചിലുള്ള താരങ്ങൾ ഇങ്ങോട്ട് ചേർന്നു. എന്താ നോക്കുക? 1953 1ാം ക്ലാസ്, 6ാം ക്ലാസ്. ഇവിടെയോ
7ാം ക്ലാസ്സിലാണ്. 1953 7ാം ക്ലാസ്സാണ്. അപ്പൊ നമുക്ക് നോക്കാം, വയസ്സൊക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. പലർക്കും ഇപ്പോൾ ഗൂഗിൾ ആൻറ്റിയോട് ചോദിക്കേണ്ടി വരുമായിരിക്കും അല്ലെ കണക്ക് കൂട്ടാൻ. അന്നത്തെ കാലഘട്ടത്തിൽ ഇവർക്കൊന്നും അറിയുന്ന കാര്യമില്ല. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ? എത്രയാണ് അറിയില്ല, ഒരു 12-13 വയസ്സൊക്കെ കാണും അല്ലെ, ഒരു 11 വയസ്സ് എന്തായാലും കാണും. മീശയുള്ള പിള്ളേരുണ്ടായിരുന്നോ? മീശക്കാരുണ്ടായിരുന്നോ? മീശക്കാരായില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉത്സാഹമായിരുന്നു, നല്ല ഇതായിരുന്നു അല്ലെ, ഞങ്ങൾ ഉത്സാഹമായിരുന്നു. എത്ര പേര് വരുന്നുണ്ടായിരുന്നു ക്ലാസ്സില്? 2 പേരുണ്ടായിരുന്നു 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ 62 കൊടുക്ക കൈയടി. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ പരക്കം പായുമ്പോൾ 62 കുട്ടികളുമായിട്ട് കൂട്ടുകാരുമായിട്ട് നിൽക്കും. 62 പേരില് ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഓർമ്മിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ പേര് ഇപ്പൊ പറയാൻ പോവാണ്. SLC പാസ്സായി 2 ആൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. അതൊക്കെ വിട്ടുപോയി. സ്കൂൾ വേണ്ട, പള്ളിക്കൂടം വേണ്ട, ആ പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞൊക്കെ പോയി. ഓ, ഈ 62 പേരൊന്ന് SLCക്ക് വന്നപ്പോഴത്തേക്കും വെറും 2 രണ്ടാളായി ചുരുങ്ങി. എന്താ വേലായുധൻ ചേട്ടാ പറയാനുള്ളത്? ആ 53 കുറച്ച് ചേർത്ത് വിളിക്കും. ഗഫറെ മൈക്കൊന്ന് ചേർത്ത് വിളിക്കും. ഓളിൽ കൂടിയോ? ഈ സ്കൂളിൽ ചേരുന്ന 6ാം ക്ലാസ്സിലാണ്. ഞാൻ വെട്ടുപാറയിൽ താമസിച്ചിരുന്നു. ഓ, ഇവിടെ നിന്ന് നടന്നു പോകും. നടന്നു പോകും. 5ാം ക്ലാസ് വരെ വെട്ടുപാറ LP സ്കൂളിലായിരുന്നു. അവിടുന്നാണ് 6ാം ക്ലാസ്സിലൂടെ വന്നിട്ടുള്ളത്. 6ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു വരവുണ്ടല്ലേ? 6ഉം 7ഉം 8ഉം ക്ലാസ്സുകളിലും പഠിച്ചു. ഈ 8 9ാം ക്ലാസ്സിൽ ഇല്ല, 7 വരെ ഉണ്ടായിരുന്നു. പാലക്കാട് പോയിട്ട് ഞാൻ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ 6 മാസമാണ്. തോന്നുന്നു. മധുരതരമായ വളർന്ന ദൈവം തമ്മിൽ ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് ഈശാന. എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. ഈ 6ാം ക്ലാസ്സിലേക്ക് വരുമ്പോഴേ ഒരു വരവുണ്ടല്ലോ. 6ാം ക്ലാസ്സിൽ വരുമ്പോൾ അന്ന് പിന്നെ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ കഞ്ഞിച്ചോറും ഉപ്പുമാവും ഒന്നുമില്ലട്ടോ. ഞങ്ങള് കഴിക്കാം, ഉച്ച കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കഴിക്കാതെ കഴിക്കാൻ ഇങ്ങനെ വൈകുന്നേരം വരെ നിൽക്കുക. അന്നേ തുടങ്ങിയിട്ടോ നിരാഹാരം ഗാന്ധിയെ കണ്ടതുകൊണ്ട്. ഈ വേറെ സമരമൊന്നുമല്ല, കാരണം ഒന്നും ഇല്ലടവും, കഴിക്കാനൊന്നുമില്ല, വീട്ടിലൊന്നുമില്ല, നേരെ നിൽക്കുക. അപ്പൊ രാവിലെ ഇങ്ങനെ തൊട്ടേ പടം തുടങ്ങുമോ? രാവിലെ ചായ കുടിച്ച് പോയി ആഹാരം കൊണ്ടുപോയി 3 വർഷം ഇവിടെ പഠിച്ചു. അതിങ്ങനെ ചീക്കോടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തേക്കും ഈ ചങ്കിലിങ്ങനെ ചീക്കോട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ മറിയൂലോ. വേലായേട്ടന്റെ ചങ്കിൽ ഇങ്ങനെ ആദ്യം തിളച്ചു വരുന്ന ആ കൊമളയിൽ എന്താ പറയുക? അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചുടനെ വിളിപ്പെടുന്ന വേലായവരുണ്ട്. അറിയാവോ? പേര് സുബ്രഹ്മണ്യന്റെ പേരാ അല്ലേ? അതാണ് വേറെ കാര്യം. വിളിച്ചാ വിളിപ്പുറത്ത് ഞങ്ങളുണ്ട്. ഇനിയും വിളിച്ചോ പ്രേമ ടീച്ചറെ, ഇനിയും വിളിച്ചോ പ്രസിഡന്റ് ചെയർമാനെ, PTA പ്രസിഡന്റ്. വേലായുധന് ജീവനുണ്ടെങ്കിൽ, നാം ഇരുവരുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ മൈക്കിൽ സംസാരിച്ചിരിക്കട്ടെ സാറേ. ഇതുപോലെ അന്നും ഷൂട്ട് ചെയ്യണം ഇതുപോലെ. പിന്നെ എന്താ ഇനി സ്കൂളിനെ കുറിച്ച് പറയുന്നത്? കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ഞങ്ങൾ പഠിച്ചത് ഇവിടെ പിന്നെ പൊടിമണ്ണിലിരിക്കുക. ഞങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. കാരണം മദ്രസ നടക്കുന്നതാണ്. അവിടെയൊന്നും ഞങ്ങൾ വരുമ്പോൾ 1987 സീറ്റൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ പൊടിയാണ്. ക്ലാസ് വിട്ട് പോയി നമ്മുടെ ഈ അരിക്കൊമ്പനെയൊക്കെ ചുമ്മാ എന്തിനാ ചീത്ത പറഞ്ഞത്? ഇതിനു മുമ്പ് മണ്ണുകൊമ്പന്മാർ എത്ര ചീക്കോട് ഉണ്ടായിരുന്നു എന്ന് അറിയണം കേട്ടാ. ഈ അരിക്കൊമ്പന്റെ വാർത്തയെ പിടിച്ച് ചാനലുകാരൊക്കെ പോകുമ്പോ ഇവിടെ ഞങ്ങളുടെ മണ്ണുകൊമ്പന്മാര് വേലായുധനെ പോലെ ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിക്കറൊക്കെ ഇങ്ങനെ അങ്ങ് പൊതിയും അല്ലേ, മണ്ണിലങ്ങ് പൊതിയും. കുറച്ച് മണ്ണെടുത്ത് ഇങ്ങനെ പോകല് വിടും. ഇല്ല, പൊടി പാർന്നു. എന്തൊക്കെ കളികളാണ് കളിച്ചത് നിങ്ങൾ നോക്കി. പഴയ കളികളെ കുറിച്ച് നോക്കി. ഇന്നെന്റെ അവർക്ക് ഇങ്ങനെ മടക്കര വെച്ചിട്ട് മറ്റേ ഇങ്ങനെ തട്ടാനും ഇത് പിടിക്കാനും സച്ചിനെ കുറിച്ച് ഓർക്കുന്നു, ധോണിയെ കുറിച്ച് ഓർക്കുന്നു. അന്ന് ഈ എന്തൊക്കെ കളികളാണ് ഉള്ളത് ഒന്നാൽ ഓർത്തിരിക്കുന്നത്. വേറെ ചേട്ടനും ഔട്ട് കളിക്കാൻ അത് ഒരാൾ 2 സെറ്റായി നിൽക്കും. അങ്ങനൊരാൾ ഈ ടീമിൽ വരും. എന്നിട്ട് അയാളെ കുറിച്ച് നിർത്തണം. അതാണ് എന്നാ ജയിച്ചു. അയാൾ ആക്കെ ബാക്കി തോറ്റിരിക്കും. കബഡി മോഡലാണ്.